നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. ഈ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നത് നമുക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം അത് അവരുടെ ജീവിതം. നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും കുടുംബത്തിൽ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഒളിഞ്ഞു നോട്ടമാണ്. ഒളിഞ്ഞോട്ടത്തിന്റെ ആവശ്യമില്ല. പിന്നെ ചില വിവരങ്ങൾ വരുന്നത് നമ്മളെടുത്ത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ അപഗ്രഥിച്ച് പോകുന്ന പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അത് വാർത്തയാവും. ആ വാർത്തയെക്കുറിച്ച് ചർച്ച നടക്കും, സംവാദങ്ങൾ നടക്കും, അതൊക്കെ സംഭവിക്കും. അതെ, ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇപ്പം വീണ വിജയൻ എന്നൊരു വ്യക്തി ശശിരംഗർത്ത വീണ തായ്ക്കണ്ടി, അതെ, ശശിരംഗർത്ത പിണറായി വിജയൻ്റെ ബന്ധമൊന്നുമില്ല. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ശശിരംഗർത്തയുടെ പറയുമ്പോൾ പിണറായി വിജയനെ കോട്ടേണ്ട കാര്യം തുടക്കത്തിൽ വരുന്നില്ല. പക്ഷേ വീണ വിജയനെ പറയുമ്പോൾ, വീണ തായ്ക്കണ്ടിയെ പറയുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ എന്ന് പറയേണ്ടി വരും, അല്ലേ? അതെ. ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇ ഡിയുടെ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റി മുമ്പാകെ ഇ ഡി നൽകിയ റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു, ശനിയാഴ്ച. അതായത് വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട റിപ്പോർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊരു സെമി ജുഡീഷ്യൽ പവറുള്ള ഒരു പദവിയാണ്. ഗുരുതരമായ ചില ആരോപണങ്ങളാണ്, ഗുരുതരമായ തെളിവുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് തന്നെയാണ്. ഇതിൽ ഇപ്പോൾ അറിയേണ്ടത്, കൂടുതൽ ഇപ്പോൾ അറിയുന്ന വീണ വിജയൻ തൻ്റെ ഐഫോണിൽ നിന്നും വ്യാജ ചെല്ലാനുകൾ അല്ലെങ്കിൽ വ്യാജ ഡോക്യുമെന്റുകളൊക്കെ തയ്യാറാക്കി എന്നൊക്കെ ഇ ഡി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഫോൺ വഴിയായിരുന്നു റിപ്പോർട്ടിലുണ്ട്. അതൊക്കെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന പുതിയ കമ്പനി, അത് ഒരു കടലാസ് കമ്പനിയാണെന്നൊക്കെ പറയും. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് ആ കമ്പനിയുടെ മുഴുവൻ പേര്. എന്തിനാണ് ആ കമ്പനി ഉണ്ടാക്കിയത്? കോഴിക്കോട് ആസ്ഥാനമായി ഇങ്ങനെ ഒരു കമ്പനി എന്തിനാണ്? ഇവിടെ AK സെന്റർ ആസ്ഥാനമാക്കിയ എക്സാലോജിക്, അല്ലേ? എക്സാലോജിക് ബാംഗ്ലൂരിലെ ഓഫീസ് ഉള്ള എക്സാലോജി അഡ്രസ്, പെർമനന്റ് അഡ്രസ് തിരുവനന്തപുരത്തെ AK സെന്റർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വഴിവിട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അല്ല, അത് വഴിവിട്ടതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇ ഡി ഒരു കേസ് ചാർജ് ചെയ്ത് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഔദ്യോഗികമായിട്ട് ഇ ഡിയുടെ പക്കൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ വാർത്തകളാണ്. ആ വാർത്തകളെ നമുക്ക് വിശകലനം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അത് ചർച്ചയാവും, പൊതുസമൂഹത്തിൽ അത് എപ്പോഴും ചർച്ചയാവും. പിണറായി വിജയൻ പറഞ്ഞതൊക്കെ മാധ്യമ സൃഷ്ടികളാണ്, അങ്ങനെയൊന്നും ഇല്ല. ഒരു പക്ഷേ എനിക്ക് പിണറായി വിജയന് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിനും അറിവുണ്ടായിരിക്കില്ല. 2024 ഏപ്രിലിൽ ശശിരംഗർത്ത ഇ ഡിക്ക് മുന്നാലെ കൊടുത്ത ആദ്യത്തെ മൊഴി പ്രകാരമാണ് ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? ആ മൊഴി, ആദ്യത്തെ മൊഴി എന്തായാലും മൊഴി തന്നെയാണ്. അല്ല, പിന്നെ വേണേ അത് മാറ്റി മാറ്റി പറയാന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP ഒക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും അവർ പറയും അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും. ഇത് മാധ്യമങ്ങൾ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ഒരു ദിവസം രാവിലെ എണീച്ചിട്ടൊരു മാധ്യമ പ്രവർത്തകന് തോന്നുകയാണ് ഇന്ന് പിണറായി വിജയനെതിരെ ഒരു വാർത്ത ചെയ്യാം. അങ്ങനെയല്ലല്ലോ, അങ്ങനെ ഒരിക്കലും ഒരു വാർത്ത ഉണ്ടാവില്ലല്ലോ. ഈ വാർത്ത ഉണ്ടാകണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണം, ഒരു തീപ്പൊരി. അതിനെ ഊതി കത്തിച്ച് വലുതാക്കി എടുക്കാം. അത് മാധ്യമപ്രവർത്തകർ ചെയ്യാറുണ്ട്. ചിലത് അണഞ്ഞു പോകും. കാമ്പില്ലാത്തതെല്ലാം അണഞ്ഞു പോകും, കനലില്ലാത്തതെല്ലാം അണഞ്ഞു പോകും. ഇത് ഇ ഡി തന്നെ കേന്ദ്ര സർക്കാർ ഏജൻസിയായ, കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിയായ ഇ ഡി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നത്. കാരണം അവരുടെ ആവശ്യമാണ് ഈ റിപ്പോർട്ട് കൊടുത്തു വന്ന് ജനത്തെ അറിയിക്കുക, മാധ്യമങ്ങൾ വഴി ജനത്തെ അറിയിക്കുക, അങ്ങനെ ചർച്ചകൾ. അല്ല, ഈ കേസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ബാധ്യത ഉണ്ട്. ഇത് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻ്റ് പിന്നെ അത് പബ്ലിക് ഡൊമൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് അത് കാട്ടുതീ പോലെ പടരും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അടുത്ത പണിയായിട്ട് പിണറായി വിജയന് സമൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് വിശദമായി ചോദ്യം ചെയ്യാൻ, അദ്ദേഹത്തിനോട് ഹാജരാകണം എന്ന് ഇ ഡി നിർദ്ദേശിക്കാനുള്ള ഒരു സാഹചര്യം നിയമവിദഗ്ധർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം വീണ വിജയനുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, ഈ ഇടപാടിലെ ദുരൂഹതകൾ, വീണ തായ്ക്കണ്ടി എന്ന് പറയുന്ന വ്യക്തി ദുരൂഹതയുണ്ടെന്നല്ല, ആ ഒരു ഇടപാടിലെ ദുരൂഹതകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇടപാടിലെ ദുരൂഹതകൾ, ക്രമക്കേടുകൾ, ഇതൊക്കെയാണ് അന്വേഷണ വിധേയമായിരിക്കുന്നത്. ഇപ്പം നമ്മളെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ മാധ്യമങ്ങൾ ഇത് കിട്ടിയാൽ ഉടനെ അതിനെ എടുത്തു വെച്ചങ്ങ് അലക്കും. ഇതിനെ നമ്മൾ വ്യവസ്ഥാപിതമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കാര്യങ്ങളെ അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് പോകണം. നോക്കൂ, ഒരു പരാതി കിട്ടുന്നു, എവിടെ? ഇൻകം ടാക്സിൽ. പിന്നെ ഈ റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ക്രമക്കേട് അവർ കാണുന്നു. അവരതിൻ്റെ വിശദീകരണം ചോദിക്കുന്നു. ആ വിശദീകരണം ചോദിച്ചപ്പോൾ, അതായത് ഒരു
ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനി AMC കൊടുക്കുന്നു, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് കൊടുക്കുന്നു, അതിലേക്ക് ഇത്ര രൂപ കൊടുക്കുന്നു. ആ തുക ഇവർ മറ്റവർ കൊടുത്തിട്ടുണ്ട്, ഇവർ വാങ്ങിയിട്ടുണ്ട്. AMC എന്നുള്ള പേരിലാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ AMCക്ക് സാധാരണ നിലയ്ക്ക് കൊടുക്കുന്ന ഒരു നടപ്പ് ലോകക്രമത്തിൽ കൊടുത്തിരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലായ തുക കോട്ട് ചെയ്തിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് സംശയാസ്പദമായി. അപ്പോൾ അതിൻ്റെ വിശദീകരണം ചോദിച്ചു. മാത്രമല്ല അതിൻ്റെ ആ വരുമാനം ഉണ്ടായിട്ട് ആ വരുമാനത്തിന് നികുതി അടച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇത് കേസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ, അതായത് നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻ്ററിം ഒരു താൽക്കാലിക സെറ്റിൽമെൻറ്റ് ബോർഡ്, അവിടെ എപ്പോഴും അങ്ങനെ ഇതുണ്ടാവും. ഒരു വിഷയത്തിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ലോൺ എടുത്തു, സമയത്തിന് അടച്ചു തീർത്തില്ലെങ്കിൽ അദാലത്ത് വെക്കും അല്ലേ? സഹകരണ സംഘങ്ങൾ, ബാങ്ക് ഒക്കെ അദാലത്ത് വെക്കും. ആ അദാലത്തിൽ പോയി നമുക്ക് പറയാനുള്ളത് പറഞ്ഞ് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കും. ആ സെറ്റിൽമെൻറ്റ് തെറ്റിച്ചാലാണ് പിന്നീട് അത് തുടർ നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വെച്ച് സെറ്റിൽ ചെയ്ത് ഇവർ പിഴയൊക്കെ അടയ്ക്കാം എന്ന് പറഞ്ഞ് മുൻപോട്ട്. പക്ഷേ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഈ സാമ്പത്തിക ക്രമക്കേടാണെന്നും ദുരൂഹതയുണ്ടെന്നും നോട്ട് എഴുതി വെച്ചു. അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അത് കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ വേറെ ഏജൻസി വരണം. കാരണം ഈ സാമ്പത്തിക ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രിമിനൽ കുറ്റങ്ങൾ, അതൊക്കെ പല തട്ടുകളിൽ പല ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. ഇൻകം ടാക്സിന് അതിനകത്ത് തലയിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വിവരം അറിഞ്ഞ ഉടനെ നമ്മുടെ BJPയുടെ ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കൊണ്ടൊരു പരാതി കൊടുത്തു SFIOയ്ക്ക്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൻ്റെ, അത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെ ഒരു പരാതി കൊടുത്തത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം, ഇതിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഇതിനകത്ത് ഈ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് ഇവർ പറയുന്ന കാര്യങ്ങളിൽ വളരെ സംശയമുണ്ട്, അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. ആ പരാതി കേസായി, അന്വേഷണമായി. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് PMLA എന്ന് പറയുന്ന ഒരു വകുപ്പ് ചുമത്താൻ അവസരമുണ്ടായി. അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്ന അതിനെ തടയുന്ന നിയമമാണ്. ഇത് വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ട് ED എൻഫോഴ്സ്മെൻറ്റ് ഇതിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണം. ഇതെല്ലാം 2021 മുതൽ ആരംഭിച്ചത്. ഈ 17 മുതൽ 2020 വരെ, 2019, 2020 വരെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ 21 മുതലാണ് ഈ മറ്റിതിൻ്റെ നടപടിക്രമങ്ങൾ. അത് 24-ൽ വന്നപ്പോൾ ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്തു, വീട്ടിലെത്തി മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് പൈസ കൊടുത്തു എന്നുള്ളത് സത്യമാണ്, അവരൊരു കൊട്ടേഷൻ തന്നു, അതിനനുസരിച്ച് ഞങ്ങൾ AMC കോൺട്രാക്ട് ചെയ്തു, കൊടുത്തു, പക്ഷേ കാര്യമായൊരു സേവനവും ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഒരു പക്ഷേ കമ്പ്യൂട്ടറുകളൊന്നും ചീത്തയായി കാണില്ലായിരിക്കാം. ഇത് സാധനം ചീത്തയാകുമ്പോഴാണല്ലോ ഇവരെ വിളിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ കോൺട്രാക്ട് കൊടുത്തത് അത് അവർ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്, മുഖ്യമന്ത്രിയായിട്ടുള്ള അടുപ്പം കൊണ്ടാണ് ഞങ്ങൾ ഈ കോൺട്രാക്ട് കൊടുത്തത്. അപ്പോൾ അവിടെയാണ് കുരുക്ക് വീണത്. അവിടുന്ന് മുറുകി തുടങ്ങിയത് അവിടുന്നാണ്. അപ്പോൾ അതിനു മുമ്പ് EDക്ക് ഇതൊക്കെ അറിയാം, അവരിത് അന്വേഷിച്ച് പല വഴിക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടാണല്ലോ ചോദ്യം ചെയ്യാൻ വരുന്നത്. അപ്പോൾ അവിടുന്ന് കൂടുതൽ സങ്കീർണമായി വിഷയം. ഈ സങ്കീർണമായി കഴിഞ്ഞപ്പോൾ തുടർ നടപടികളെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടക്കുന്നു. പിന്നെ ഈ നമ്മൾ കരുതുന്ന പോലെ ഇപ്പോൾ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം പോലെയല്ല ED CBI ഒക്കെ. അവർ വളരെ പതുക്കെ തന്ത്രപരമായിട്ടാണ് പ്രതിയെ കുരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ സമയമെടുക്കും. ഇതാണ് ഇപ്പോഴത്തെ വിഷയം. ഇവിടെ എത്തി നിൽക്കുകയാണ് വളരെ കൃത്യമായിട്ട്. അപ്പോൾ ED പറഞ്ഞു, ഇങ്ങനെയാണ് ഇവർ അച്ഛൻ മുഖ്യമന്ത്രിയാണെന്നുള്ള ലേബലിലാണ് ഈ സ്ത്രീ, ഈ സംരംഭക ഈ കച്ചവടങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്, ഈ ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൂടുതൽ നടപടികളിലേക്ക് പോകണം. ഇവരുടെ സ്വത്തുക്കൾ ഇതിനകത്ത് സേവനമൊട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് മറ്റെന്തൊക്കെയാണ്? അപ്പോൾ വെറുതെ ഒരാൾ അങ്ങനെ പണം കൊടുക്കുമോ? ഇത്രയും, അതും ചെറിയ തുകയൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇത് കോടിക്കണക്കിന് രൂപ കൊടുത്തെങ്കിൽ അതിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട്. ഇവർ മറ്റെന്തൊക്കെയോ ലാഭം ഇതുകൊണ്ട് നേടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓഹരിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല തൊട്ട് ഒരു 182 കോടി രൂപയുടെ മൊത്തത്തിലുള്ള അഴിമതി, ഈ ഇടപാടുകൾ, അത് പലർക്കും പണം കൊടുത്തിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം പണം കൊടുത്തിരിക്കുന്നു. അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളെല്ലാം റെസീപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ചിലർ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് വിശദമായിട്ട് അന്വേഷിക്കണം. CMRLൻ്റെ ഇടപാടുകളെല്ലാം റെസീപ്റ്റ് കൊടുത്തവർക്കെല്ലാം അവർ സേഫാണ്. അപ്പോൾ അങ്ങനെയാണിത് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അയ്യങ്കാളിപ്പട പോലെയുള്ള ഏതോ ഒരു സംഘടനയ്ക്ക് ഇവരെന്തോ സംഭാവന കൊടുത്തിട്ടുണ്ട്. അവര് റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ അയ്യങ്കാളിപ്പട ഒരു നോട്ടഡ് ഓർഗനൈസേഷനാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോലീസും നമ്മുടെ ഇൻ്റലിജൻസും ഒക്കെ സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ ഷാഡോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവരെന്തെങ്കിലും പണ്ടവരൊരു കുഴപ്പം കാണിച്ചൊരു കേസുണ്ട്, ശരിയാണ്, അവരൊരു കളക്ടറെ ബന്ദിയാക്കി വെച്ചു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. അവർ പിന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുണ്ടോ എന്ന് പോലും സംശയമാണ്. ഒരു വാർത്തയെ അവരെ സംബന്ധിച്ച് സാമ്പത്തിക സഹായം നൽകുന്നത് തെറ്റാണെന്ന്, അത് സംശയത്തിന് ഇട നൽകുന്നു എന്ന് സർക്കാർ പറയുന്നു. നമുക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം. പക്ഷേ ഈ 182 കോടി രൂപ വിവിധ ആൾക്കാർക്ക് ഇങ്ങനെ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വളരെ ദുരൂഹമാണ്. ചെറിയ തുകയല്ല അത്. 1-2 ലക്ഷം രൂപയൊക്കെ സംഭാവന കൊടുക്കുന്ന പോലെ അല്ലല്ലോ ഈ 182 കോടി രൂപ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് കൂടുതൽ അന്വേഷണം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളിലേക്ക് ഇ ഡി കൂടുതൽ കടുപ്പിച്ചത്. അപ്പോൾ അതിൽ ഒരു 29 കോടി രൂപ ഫ്രീസ് ചെയ്ത് വെച്ചു. അതിൽ ഈ വീണ തായ്ക്കണ്ടിയുടെ 3 അക്കൗണ്ടുകളുണ്ട്. ഒന്ന് വീണയുടെ സ്വന്തം അക്കൗണ്ട്, 2 എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട്, 3 ഇപ്പോൾ പറഞ്ഞതുപോലെ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ അക്കൗണ്ട്. അത് റീസെൻ്റ് ആയിട്ടാണ് കണ്ടത്. അല്ല, അത് നമുക്ക് നേരത്തെ അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നതായിട്ട് വാർത്തകളിൽ എങ്ങും വന്നിട്ടില്ല. വന്നത് എപ്പോഴാണ്? HDFC ബാങ്കിൽ പോയി ലോക്കർ തുറന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ആ സംഭവങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ അതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് ഇ ഡി പറയുന്നു. ആയിക്കോട്ടെ, അന്വേഷിക്കട്ടെ, കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കും കുഴപ്പമില്ല. പക്ഷേ വാർത്ത ഇങ്ങനെയുണ്ട്, ആ വാർത്ത നമ്മൾ വിശകലനം ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഈ ലേക്കർ എന്നൊരു ഇതുള്ളതായിട്ട് 2020 വീണയുടെ എക്സലോജി സൊല്യൂഷൻസ് പൂട്ടി, നഷ്ടത്തിലായത് പൂട്ടി. 19-20 കാലത്ത് പൂട്ടി. 20-ലാണോ 22-ലാണോ? അല്ലല്ല, 20-ലായിരിക്കും. കാരണം അത് 2021 വീണയുടെ ഭർത്താവായ നമ്മുടെ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസ് മത്സരിക്കാനായിട്ട് കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഈ എക്സലോജിക്കിന്റെ പേരില്ല, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പേരും ഇല്ല. അത് വളരെ വ്യക്തമാണ്. ശരിയാണ്, അത് ഭാര്യയുടെ വരുമാനവും കൂടി കാണിക്കേണ്ടതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ദുരൂഹമാണ്, ഇതെല്ലാം ഒരുപാട് സംശയം ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് ഇ ഡി പറഞ്ഞത്, കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത് വീണയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. അത് ബാങ്ക് അക്കൗണ്ടൊക്കെ ഞങ്ങൾ മരവിപ്പിച്ചു, ഇനി സ്വത്തുക്കൾ കണ്ടുകെട്ടണം. അതായത് പിണറായിയിലെയും തൊട്ടടുത്ത ഒരു സ്ഥലത്തെയും ഭൂമി കണ്ടുകെട്ടണം എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും അതിനുള്ള അനുമതി കൊടുത്തുകൊണ്ട് അവിടുന്ന് ഉത്തരവ് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് വേറെ വലിയ ഇതൊന്നുമില്ല. തെളിവുകൾ പൂർണ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അനുകൂലമായ നടപടി സ്വീകരിക്കും. പിന്നെ ഇവർക്ക് കോടതിയിലൊക്കെ പോയി അതിനെ തടസ്സ ഹർജി കൊടുക്കാം. അത് എത്ര വിജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞാൽ അടുത്ത സംഭവിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അടുത്ത സംഭവിക്കാൻ പോകുന്നത് അവർ പിണറായി വിജയനെ ചോദ്യം ചെയ്യണം എന്ന് നിലപാടെടുക്കും. അപ്പോൾ അതിന് സമൻസ് വരും. ആ സമൻസ് എന്ന് വേണേൽ വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശശിധരൻ കർത്ത കൊടുത്ത മൊഴി അനുസരിച്ച് പിന്നെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് വീണ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു കോൺട്രാക്റ്റ് ആണോ അല്ലയോ എന്ന് അല്ല, അതാണോ അതുകൊണ്ടാണോ വീണയ്ക്ക് കരാർ കിട്ടിയത് എന്ന് പിണറായി പറയേണ്ടി വരും. അല്ല, അത് മാത്രമല്ല അതിനകത്ത് വേറൊരു വലിയ വിഷയമുണ്ട്. അതായത് മുഖ്യമന്ത്രിയായിരുന്നയാൾ എന്തുകൊണ്ട് ഈ പിന്നെ മകൾക്ക് ഇങ്ങനെ ഒരു അവസരം, പണം കിട്ടാനുള്ള ഒരു ഇടപാട് മുഖ്യമന്ത്രിയായിരുന്ന ആൾ അറിഞ്ഞുകൊണ്ടാണോ? 1. 2, അങ്ങനെ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അതിനകത്ത് അഴിമതി ഇല്ലേ? ആ അഴിമതി ഉണ്ടാകുന്നത് തടയാൻ എന്തെങ്കിലും നടപടിയെടുത്തോ? ഇന്ന് തുടങ്ങി ഇ ഡി ഉന്നയിക്കാൻ പോകുന്ന ചോദ്യം ഏറ്റവും പ്രസക്തമായൊരു ചോദ്യമുണ്ട്. 2017 വരെ ആരോഗ്യമന്ത്രിയുടെ കീഴിലുണ്ടായിരുന്ന ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചുമതല എന്തിന് 2017 സെപ്റ്റംബറിലെങ്ങണ്ടോ ആണെന്ന് തോന്നുന്നു, അതോ ജൂലൈക്ക് ശേഷമോ, എന്തായാലും ആ ഒരു 2017 പകുതിയോടുകൂടി
മുഖ്യമന്ത്രിയുടെ വകുപ്പിലേക്ക് മാറ്റി മുഖ്യമന്ത്രിയുടെ കീഴിലാക്കിയത് എന്തിന്? ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്തിന് എന്നൊരു ചോദ്യം അതിനകത്ത് വരും. നിങ്ങൾ ഉറപ്പിച്ചോളൂ, നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് കുരുക്കാകാൻ പോകുന്നത് ആ ഒരു നടപടിയാണ്. അവിടെ അതിന് എന്ത് മറുപടി അദ്ദേഹം കൊടുക്കും എന്നുള്ളത് ആകാംക്ഷയോടുകൂടി എന്നെ പോലെയുള്ള മാധ്യമപ്രവർത്തകർ കാത്തിരിക്കുകയാണ് അതിൻ്റെ ഉത്തരം. അതാണ് ഇവിടെ ഇവർക്ക് അതിനെ സംബന്ധിക്കുന്ന എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അതായത് ശശിധരൻ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് ഈ പൊല്യൂഷൻ വിഷയത്തിൽ അവരുടെ ഫാക്ടറി ഈ പരിസ്ഥിതി മലിനീകരണം ധാരാളം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ തോത് വളരെ കുറച്ച് കൊണ്ടുവരികയും ഉള്ള മലിനീകരണത്തെ മറികടക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുകയൊക്കെ വേണം. അത് പലപ്പോഴും പല കമ്പനികളും ചെയ്യാറില്ല. കാരണം ഇതിന് ഭീമമായ കിട്ടുന്ന ലാഭത്തിൻ്റെ നല്ലൊരു തുക അതിലേക്ക് ചിലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് അത് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവരവിടെ എന്തെങ്കിലുമൊക്കെ ഗിമ്മിക്കുകൾ കാണിക്കും. പറഞ്ഞാൽ കോറുകളിൽ ഇപ്പോഴത്തെ കോറുകൾ ചുമ്മാ മറ്റേ തിമിര് വെച്ച് പാറ പൊട്ടിച്ചങ്ങ് വിടുകയല്ല. കോറുകളിൽ പാറ കട്ട് ചെയ്യുമ്പോൾ ആ പൊടി പറക്കാൻ പാടില്ല. ആ പൊടി പറക്കാതിരിക്കാനുള്ള ടെക്നോളജിക്കലി സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. പുതിയ മെഷീൻസ്, വെള്ളം സ്പ്രേ ചെയ്യാനുള്ള മെഷീൻസ്, സമീപത്തുള്ളവർക്കൊന്നും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഈ പാറ തെറിക്കാൻ പാടില്ല, അത് കട്ട് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ മറ്റൊന്നും ആരും പാലിക്കാറില്ല. അത് വേറെ ഇപ്പൊ മലിനീകരണ നിയന്ത്രണ ബോർഡ് വളരെ ശക്തമായ ചില നടപടികളൊക്കെ വരുന്നുണ്ട്. അത് ശരിയാണ്. എന്നാലും ഈ നിയമം വയലേറ്റ് ചെയ്യാനാണ്, ലംഘിക്കാനാണ് ആൾക്കാർക്ക് താല്പര്യം, അനുസരിക്കാനല്ല. അങ്ങനൊരു വലിയ പ്രശ്നം നമ്മുടെ രാജ്യത്തുണ്ട്. അത് നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ ഈ പോലീസ്, മറ്റ് ഏജൻസികൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങനൊരു കീഴ്വഴക്കമാക്കി കളഞ്ഞു. ഇത് തുടക്കത്തിലെ കർശനമായ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല, ഇങ്ങനെയൊന്നും വരില്ല. എല്ലാവരും നിയമം അനുസരിച്ച് അങ്ങനെ. മറ്റത് ശീലമായി. നിയമം അനുസരിക്കലല്ല, നിയമം ലംഘിക്കലാണ് നമ്മുടെ ശീലം. അതുകൊണ്ട് നിയമം ലംഘിച്ചേ നമ്മൾ പോവുള്ളൂ എന്നുള്ളൊരവസ്ഥയായിപ്പോയി. ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ശ്രീമാൻ പിണറായി വിജയന്, നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒരു സമൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനത് പിന്നെ ഇപ്പോൾ സമൻസ് വരും ഇന്ന് രാത്രി അങ്ങനെയൊന്നുമല്ല. സമൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോൾ വേണമെങ്കിലും അവർക്കത് അന്വേഷിച്ചേ പറ്റും. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്താണോ അതിൽ നിന്നാണ് തുടർ നടപടികളിലേക്ക് പോകുന്നത്. ഇപ്പം മകളുടെ കാര്യത്തിൽ ഇത്രയേറെ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ED തീർച്ചയായിട്ടും അച്ഛൻ്റെ കാര്യത്തിലും ഒരു നിലപാട് സ്വീകരിക്കും. പിന്നെ അതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സ്വന്തം അച്ഛനായ പിണറായി വിജയനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. അല്ല, അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇപ്പം തന്നെ വീണ SFIOയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ കൂടെ അഭിഭാഷകനുണ്ടായിരുന്നു. ED ചോദിക്കുമ്പോൾ അതേ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ വീണയ്ക്ക് മറുപടിയില്ല. അറിയില്ല, മറന്നുപോയി, കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെയാണ് മറുപടി. അപ്പോൾ ഇത് വൈരുദ്ധ്യമല്ലേ? ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ED കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്കാണ് വീണയുടെ മെൻറ്റർ, അത് പിണറായി വിജയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ അതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അവർ സമൻസ് അയച്ച് ഹാജരാകണമെന്ന് ആവശ്യപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നടന്നിരിക്കുന്ന സംഭവവികാസങ്ങൾ അതെ സ്വാഭാവികമായ നടപടിക്രമമാണ്. കഴിഞ്ഞ നമ്മുടെ മെയ് മാസത്തിൽ മെയ് 27-ന് പ്രതിപക്ഷ നേതാവിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തില്ല. വീണയാണ് അവർ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് അവർ ഇതിലേക്കൊക്കെ വരുന്നത്. അല്ല, അത് അവരന്ന് ഉദ്ദേശിച്ച് വന്നത് വീണയാണ്. അന്ന് ഈ പിണറായി വിജയൻ ഈ ചിത്രത്തിലേക്ക് കടന്നിട്ടില്ല, റഡാറിൽ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് അത് കൃത്യമായിട്ട് ഇതൊക്കെ നേരത്തെ അവർക്കറിയാം, ED ഉദ്യോഗസ്ഥർക്ക് ഇതെല്ലാം അറിയാം. പക്ഷെ അവർക്ക് തെളിവുകളും കൂടെ കിട്ടണം. അതാണല്ലോ മറ്റേ PMLA കോടതി കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഇത് പകർപ്പ് വരാൻ അവർ കാത്തു നിന്നതാണല്ലോ. നമുക്ക് ഇത്രേ പറയാനുള്ളൂ. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ UDFന്റെ ഒരു ഭരണ സംവിധാനം സർക്കാരുള്ളപ്പോൾ ആ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ എടുത്തു കാട്ടേണ്ട, അല്ല സർക്കാരിന് സംഭവിക്കുന്ന വീഴ്ചകൾ, തെറ്റുകൾ അതൊക്കെ പരിഹരിച്ച് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തിരുത്തൽ ശക്തിയാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തെ നയിക്കേണ്ട ആളാണ്
ശ്രീ പിണറായി വിജയൻ. അവിടെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതൊരു വലിയ പിടിപ്പുകേടായിട്ട് ചൂണ്ടിക്കാണിക്കും. പിന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു സ്പീക്കറുടെ അനുമതി വേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്ക് ആണ് അദ്ദേഹത്തിന്. പിന്നെ അപ്പോൾ സ്പീക്കറുടെ അനുമതി വേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ED കടക്കും, സ്പീക്കറുടെ അനുമതി തേടും, അല്ലെങ്കിൽ അവർ ഗവർണർ വഴിയൊക്കെ അത് സമീപിക്കാൻ സാധ്യതയുണ്ട്. അതതിൻ്റെ വഴി പോലെ നടക്കും. നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. പക്ഷേ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഉയരുന്നൊരു ചോദ്യം, വീണ അറസ്റ്റിലാകുമോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനും നമുക്ക് ഉത്തരം പറയാൻ നമ്മളാളല്ല, കണ്ടു തന്നെ അറിയണം. അതൊക്കെ സംഭവിക്കാം. EDയെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുവകകൾ കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റിലേക്ക് കടക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്നുകിൽ അവർ വീണ തായ്ക്കണ്ടിയെ കസ്റ്റഡിയിലെടുത്ത് അത് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോകും. അല്ലെങ്കിൽ ഒരു പക്ഷേ ശ്രീ പിണറായി വിജയന് സമൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞ് അവർ സ്പീക്കറിൻ്റെ അനുമതി തേടാനുള്ള, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം, അതുകൊണ്ട് അതിനുള്ള അനുമതി തേടിക്കൊണ്ടുള്ള നടപടികളിലേക്ക് അവർ പോകാം. എന്തായാലും ഇതൊക്കെ സംഭവിക്കാൻ, ഇതിലേത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുന്നിലുള്ളത്.